ഹലോ, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. അപ്പോൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ നേരത്തെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻസ് സമവാക്യം. അപ്പോൾ സമവാക്യങ്ങൾ അതിൽ നിന്നാണ് പിന്നീട് നമുക്ക് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് വെച്ചാൽ രണ്ട് സമവാക്യങ്ങൾ ചേരുമ്പോഴാണ് അതിന് നമ്മൾ പെയർ ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിലേക്ക് എത്തുന്നതും അതെങ്ങനെ സോൾവ് ചെയ്യും, പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ ഈ പുതിയ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷൻസ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ പെയർ ഓഫ് ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലാകുള്ളൂ. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ സെന്റൻസ്. അതൊരു ഗണിതത്തിൽ ഒരു വാചകമാണ്. വിച്ച് ഈസ് റിട്ടൺ ബൈ യൂസിങ് എ ഈക്വൽ സൈൻ. ഒരു ഈക്വൽ സൈൻ ഉപയോഗിച്ച്, ഒരു സമ ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന ഒരു മാത്തമാറ്റിക്കൽ സെന്റൻസ്, ഒരു സംഖ്യാവാചകം, അതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിനകത്തൊരു സമ ചിഹ്നം ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഈക്വലിൻ്റെ ഒരു സൈനും കൂടി അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ എഴുതുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഇക്വേഷൻ ഒരു വൺ ടേം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എക്സ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു വൈ വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വേരിയബിൾ മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് സോൾവ് ചെയ്യുക, എക്സിന് സൊല്യൂഷൻ കണ്ടെത്തുക, വൈക്ക് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ അറിയാം. അത് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെ പെയർ ഓഫ് ഇക്വേഷൻസ് ആയി മാറി, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് അതിൽ നിന്നും രണ്ട് ഇക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്തിട്ട് നമുക്ക് രണ്ട് വേരിയബിളിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം, ഇതൊക്കെയാണ് നമ്മൾ പെയർ ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തുടങ്ങാം, ഇക്വേഷൻസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞത്? ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓർ മാത്തമാറ്റിക്കൽ സെന്റൻസ് വിച്ച് ഈസ് റിട്ടൺ ബൈ യൂസിങ് ആൻ ഈക്വൽ സൈൻ. ഒരു ഈക്വൽ സൈൻ ഉപയോഗിച്ച്, സമചിഹ്നം ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന സംഖ്യാവാചകങ്ങൾ, മാത്തമാറ്റിക്കിൽ എഴുതുന്ന സെന്റൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കാം? ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്? അത് എങ്ങനെ, ഒരു വേർഡ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക, ഒരു സെന്റൻസിലൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സെന്റൻസ് ഉപയോഗിക്കും അല്ലെ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ സെന്റൻസ് ഉപയോഗിക്കും. ഈ സെന്റൻസുകളെ, അത്തരം പ്രസ്താവനകളെ, ആ ഒരു സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യാം? മാത്തമാറ്റിക്സിൽ അതൊരു സെന്റൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്, ആ ഇക്വേഷനിൽ ഫോർ ദ വാല്യൂ ഓഫ് എക്സോ അല്ലെങ്കിൽ വൈയോ അല്ലെങ്കിൽ ഏതാണ് വേരിയബിൾ അത് നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇക്വേഷനെ ഒന്ന് നമുക്കൊന്ന് സോൾവ് ചെയ്യാം, എന്നിട്ട് അതിന്റെ നെക്സ്റ്റ് പടിയായ സ്റ്റെപ്പായ പെയർ ഓഫ് ഇക്വേഷൻസിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ സെന്റൻസ് ആണ്, സിമ്പിൾ സെന്റൻസ് ആൻഡ് യു ഹാവ് ടു ഫോം ആൻ ഇക്വേഷൻ ബൈ യൂസിങ് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് ഉപയോഗിച്ച് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യുക, അതിൽ നിന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 7 added to 3 times of a number is 31. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. 7 added to 3 times of a number is 31. അതായത് ഒരു സംഖ്യയുടെ 3 ടൈംസിനോട്, ഏതോ ഒരു നമ്പറാണ്, നമ്പർ നമുക്കറിയില്ല, ആ നമ്പറിന്റെ 3 ടൈംസിനോട് 3 തവണ 3 മടങ്ങിനോട് 7 ആഡ് ചെയ്തപ്പോൾ അത് 31 ആയി. സോ വാട്ട് ഈസ് ദ നമ്പർ? ഏതാണ് ആ സംഖ്യ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ മാത്തമാറ്റിക്കൽ സെന്റൻസ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആക്കി നമ്മൾ അതിനെ മാറ്റണം. സമചിഹ്നം ഉപയോഗിച്ച് നമുക്ക് തന്നത് എഴുതിയാലോ? 3 ടൈംസ് ഓഫ് എ നമ്പർ. എ നമ്പർ ഈസ് നോട്ട് മെൻഷൻഡ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ സംഖ്യ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അൺനോൺ ഫിഗറിന് നമ്മൾ എന്താ കൊടുക്കാറ്? സാധാരണ ഒരു അൺനോൺ വാല്യൂവിന് നമ്മൾ എക്സ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെയും ആ നമ്പർ ഏതാണെന്ന് അറിയില്ല. സോ ലെറ്റ്സ് ടേക്ക് ദ നമ്പർ ആസ് എക്സ്. അപ്പൊ നമുക്ക് നമ്പറിനെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. സോ ദാറ്റ് മീൻസ് 3 ടൈംസ് ഓഫ് ദ നമ്പർ എന്ന് പറഞ്ഞാലോ അപ്പൊ എന്തായിരിക്കും? 3 ടൈംസ് എന്ന് പറയുമ്പോൾ എക്സിനെ എന്ത് ചെയ്യുന്നു? 3 പ്രാവശ്യം, 3 മടങ്ങ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക്
അതിന് എന്താ എഴുതാം 3x എന്ന് എഴുതാം. ഇനി 7 added to this, ഇതിനോട് കൂടെ 7 added എന്ന് പറയുമ്പോൾ എന്താണ് 3 times of the നമ്പറിനോട് കൂടെ that is 3x, അതിനോട് കൂടെ 7 ആഡ് ചെയ്തപ്പോൾ it becomes 31. ഇപ്പൊ നോക്കിയേ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതാണ് ഒരു ഇക്വേഷൻ. അപ്പോൾ ഒരു സെന്റൻസ് നമ്മൾ എഴുതി, അത് നമ്മൾ മാത്തമാറ്റിക്കൽ സെന്റൻസ് ആക്കി മാറ്റി, ഇറ്റ്സ് നോൺ ആസ് ഇക്വേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സമവാക്യം, ഇക്വേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി സോൾവ് ചെയ്യാം. എന്ത് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ നമുക്ക് എളുപ്പമാണ്. 3x + 7 = 31. നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വേരിയബിൾ ഉള്ള സംഖ്യ അവിടെ തന്നെ നിർത്താം. ആ +7 നമ്മൾ ഈക്വൽ സൈനിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. +7 becomes -7, -7 ആയിട്ട് നമ്മൾ അതിനെ ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആകുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, therefore 3x = 31ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ അത് 24 ആണ്. 31 - 7 24. therefore x = അപ്പോൾ നമുക്ക് x കിട്ടുമല്ലോ 24. 3 × x എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ. 3 × x ഈക്വൽ സൈനിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഏതൊരു വാല്യൂവിനെയും കൊണ്ടുപോകുമ്പോൾ അതിന്റെ ക്രിയ എന്താണോ, അത് നമ്മൾ ചെയ്യേണ്ട ക്രിയ എന്താണോ ആ ക്രിയ ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. ഇവിടെ കിടന്ന പ്ലസ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ എന്തായി, മൈനസ് ആയി അല്ലേ. പ്ലസ് എന്ന് പറയുന്ന സൈൻ അപ്പുറത്ത് പോയപ്പോൾ മൈനസ് ആയതുപോലെ തന്നെ 3x എന്ന് പറയുന്നത് 3 × x ആണ്. ആ 3x അങ്ങോട്ടേക്ക്, അതായത് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, അപ്പോൾ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് ഡിവിഷൻ ആണ്. ആൻഡ് ഇറ്റ് ബിക്കംസ് 3/3 ആയി മാറും. 24/3. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്, 8 ആണ്. 8 × 3 24, അല്ലെങ്കിൽ 3 24 8 തവണയാണ് പോവുക. അപ്പൊ നമുക്ക് നമ്പർ കിട്ടി. ഏതായിരുന്നു ആ നമ്പർ നമുക്ക് കിട്ടിയത് എക്സ്. അതായത് ഒരു സംഖ്യയുടെ 3 ടൈംസിനോട് 7 ആഡ് ചെയ്തപ്പോൾ 31 ആയി. സംഖ്യയുടെ 3 ടൈംസിനോട് 7 ആഡ് ചെയ്തപ്പോൾ 31 ആയി എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ എക്സിന്റെ വാല്യൂയിലേക്ക് എത്തിച്ചേർന്നു. ഇത് കറക്റ്റ് ആണോ, നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് സത്യമാണോ, അത് ട്രൂ ആണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ വാല്യൂ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കാം. സോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഇതായിരുന്നു. ഏതായിരുന്നു, 3x + 7 = 31. ശരിയാണോ നോക്കാം. 3x 3 × x that is 3 × 8 ആണ്, +7. 3 × 8 എത്രയാണ്, 24 + 7. 24 + 7 is 31. കിട്ടിയല്ലോ ആൻസർ. അപ്പൊ ഇതാണ്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് അത് എന്തായി മാറി, ഇക്വേഷനായി മാറി. ഇക്വേഷനിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് അതിന്റെ നമ്പറിലേക്ക് എത്തി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നതും ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ അതിന്റെ വാല്യൂയിലേക്ക് എത്തുന്നതും. അപ്പൊ ഇങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 12 subtracted from 2 times of a number gives 2 times of a number is 24. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് നമുക്ക് അതിൽ നിന്ന് വിച്ച് ഈസ് ദ നമ്പർ, ആ നമ്പർ ഏതാണ് എന്ന്, സംഖ്യ ഏതാണ് നമുക്ക് ഒന്ന് കണ്ടുപിടിച്ചാലോ. നോക്കാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 12 subtracted from 2 times of a number is 24. 12 subtracted, നേരത്തെ നമ്മൾ എഴുതിയത് എന്താണ്, 7 added ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ ഇതും അതുപോലെ സെന്റൻസ് വായിച്ചു നോക്കി നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരുപാട് സ്റ്റെപ്സ് ഒന്നും എഴുതുന്നില്ല. സ്റ്റെപ്സ് നിങ്ങൾക്ക് എഴുതുന്നത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് നിങ്ങൾ അതിന്റെ സ്റ്റെപ്സ് എഴുതി തന്നെ ചെയ്യാം. നമുക്ക് നേരിട്ട് ഞാനിപ്പോൾ ഒന്ന് ഇക്വേഷൻ ഫോം ചെയ്യാണ്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ നമ്പർ ഏതാണെന്ന്, പിന്നെ അതിന്റെ 3 ടൈംസ്, പിന്നെ അത് ആഡ് ചെയ്തു എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ നമുക്കറിയില്ല. സോ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് എടുക്കുന്നു. എക്സ് ആണ് നമ്പർ. ആൻഡ് ഫ്രം 2 ടൈംസ് ഓഫ് ദ നമ്പർ എന്നാ പറഞ്ഞേക്കുന്നത്. 2 ടൈംസ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നത്, ഇവിടെ 2x. നേരത്തെ പറഞ്ഞല്ലോ 3 ടൈംസ് എന്ന് പറഞ്ഞപ്പോൾ എന്താ എഴുതിയത്, 3x എഴുതിയതുപോലെ 2 ടൈംസ് ഓഫ് ദ നമ്പറിൽ നിന്ന് എന്ത് ചെയ്തു, 12 സബ്ട്രാക്റ്റഡ് എന്നാണ്. സബ്ട്രാക്റ്റഡ് എന്ന് പറയുമ്പോൾ മൈനസ് ചിഹ്നമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 12 സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇറ്റ് ബിക്കംസ് 24. ഞാൻ നേരെ അങ്ങോട്ട് ഇക്വേഷൻ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ എഴുതിയ പോലെ നിങ്ങൾക്ക് സ്റ്റെപ്സ് എഴുതാം. നമ്പർ എക്സ് എന്ന് എഴുതാം. 2 ടൈംസ് എന്നാ പറഞ്ഞേക്കുന്നത്. അടുത്തത് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 ടൈംസ് ആണ്. അപ്പൊ 2x. ആൻഡ് 7 ആഡഡ് എന്ന് ഇവിടെ പറഞ്ഞു. 12 സബ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ 12 സബ്ട്രാക്റ്റഡ് ഈക്വൽ ടു 2x - 12 ഈക്വൽ ടു എന്താണ്, 24. നമുക്ക് സോൾവ് ചെയ്താലോ. 2x അങ്ങനെ തന്നെ ഇറക്കി എഴുതാം. ആദ്യം നമ്മൾ വേരിയബിൾ ഇല്ലാത്ത സംഖ്യയാണ്. ഓരോന്ന് 1 by 1 ആയിട്ട് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ലാസ്റ്റ് ആണ് നമുക്ക് അൺനോൺ ഫിഗർ ആയിട്ടുള്ള എക്സ് വാല്യൂ, എ ആണോ ബി ആണോ, ഏത് ലെറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എക്സ് ആണ് കോമൺലി യൂസ്ഡ് വേരിയബിൾ നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്ന സംഖ്യ അത് വരുന്നത് അവസാനം മാത്രം ചെയ്യാം. ബാക്കിയുള്ള ഓരോന്ന് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ -12 ആണ് നമ്മൾ
നമ്മൾ 24ന്റെ അടുത്തേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇറ്റ് ബിക്കംസ് 12 പ്ലസ് ആണ്, പ്ലസ് 12 വരും. 24 പ്ലസ് 12 ആണ്, ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 36. അപ്പോൾ എക്സിന്റെ വില എന്ത് കിട്ടും? 36 ഇൻറ്റു 2 ഉള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? ബൈ 2 ആകും, ഡിവിഷൻ 2 ആകും. 36നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 18 കിട്ടുന്നു. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്ത ഇക്വേഷനും രണ്ടും സെയിം ആണോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ ട്രൂ ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കിട്ടിയ വാല്യൂ, അതായത് വാല്യൂ ഓഫ് എക്സ്, എക്സിന്റെ വാല്യൂ നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ച കാര്യം കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എക്സിന്റെ വാല്യൂ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. 2x മൈനസ് 12 ഈക്വൽ ടു 24, അതായത് ഒരു സംഖ്യയുടെ 2 ടൈംസിൽ നിന്ന് 12 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 24 ആയി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ എത്തിയത് എക്സിന്റെ വാല്യൂ 18 എന്ന വാല്യൂയിലേക്കാണ്. കറക്റ്റ് ആണോ നമുക്കൊന്ന് നോക്കിയാലോ? 2x എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 18 മൈനസ് 12, 2 ഇൻറ്റു 18 36 ആണ്. 36 മൈനസ് 12 ഇറ്റ് ബിക്കംസ് 24. അപ്പം നമ്മൾ ചെയ്ത ആൻസർ ശരിയാണ് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ തെറ്റൊന്നുമില്ല, മനസ്സിലായിട്ടുണ്ട്. 36 നമുക്ക് 2 ഇൻറ്റു 18 36, അതിൽ നിന്ന് 12 മൈനസ് ചെയ്തു 24 എന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തി. അപ്പോൾ ഇത് ഇക്വേഷൻ ഫോം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 7 ടൈംസ് ഓഫ് എ നമ്പർ, 7 ടൈംസ് of a number is 27. Find the number. 7 times of a number is 27. അതായത് ഏതോ ഒരു നമ്പറിന്റെ 7 ടൈംസ് 7 മടങ്ങ് എന്ന് പറയുന്നത് 27 എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം? പല രീതിയിലുള്ളതാണ്. ഒന്ന് 7 ആഡഡ് ടു 3 ടൈംസ് ഓഫ് ദ നമ്പർ ഗീവ്സ് ഒരു നമ്പർ. മറ്റൊന്ന് 12 സബ്ട്രാക്റ്റഡ് ഫ്രം 2 ടൈംസ് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് 24 എന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 7 ടൈംസ് ഓഫ് എ നമ്പർ ഈസ് 27. 7 ടൈംസ് ഓഫ് എ നമ്പർ നമുക്കറിയില്ല. സോ നമ്മൾ നമ്പർ എക്സ് എടുക്കുന്നു. 7 ടൈംസ് ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ 7x ആകുന്നു. ഇറ്റ്സ് ഈക്വൽ ടു, അവിടെ വേറെ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ രണ്ട് ക്വസ്റ്റ്യനിലും പോലെ ഇവിടെ ഏതെങ്കിലും ആ 7 ടൈംസ് ഓഫ് ദ നമ്പറിന്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യാനൊന്നോ അല്ലെങ്കിൽ മൈനസ് ചെയ്യാനോ പറയാത്തത് കൊണ്ട് 7 ടൈംസ് ഓഫ് ദ നമ്പർ ഈസ് ഈക്വൽ ടു 27 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് 27 എഴുതിയാൽ മതി. therefore x ഈക്വൽ ടു 27/7. 27നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ കിട്ടും. കറക്റ്റ് ആയിട്ട് നമുക്കറിയാം 27 എന്ന് പറയുന്ന നമ്പറിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് 7 പോകില്ല എന്നറിയാം. അതൊരു ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ x ഈക്വൽ ടു 27/7 എന്ന ആൻസറിലെത്താം. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് ആൻസർ എഴുതാം. അല്ലെങ്കിൽ ഡെസിമൽ നമ്പറിലേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് 27/7 എന്നുള്ളത് എക്സിന്റെ വാല്യൂ ആയിട്ട് എടുത്തെഴുതാം. അപ്പൊ ഇത് മറ്റൊരു പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഫോം ചെയ്യുന്ന രീതിയാണ്. ഇനിയും ഒരെണ്ണം 1/4 ഓഫ് എ നമ്പർ ഈസ്, അടുത്ത ക്വസ്റ്റ്യൻ 1/4 FORTH ഫോർത്ത് ഓഫ് എ നമ്പർ ഈസ് 40. വാട്ട് ഈസ് ദ നമ്പർ? അതാണ് ക്വസ്റ്റ്യൻ അടുത്തത്. 1/4 ഓഫ് എ നമ്പർ ഈസ് 40. ഒരു സംഖ്യയുടെ 1/4 എന്ന് വെച്ചാൽ 4ൽ 1 ഭാഗം, അങ്ങനെയാണ് അതിന്റെ മലയാളം മീനിങ്. അതാണ് 1/4 ഓഫ് എ നമ്പർ ഈസ് 1/4 ഓഫ് എ നമ്പർ ഈസ് 40. ഒരു സംഖ്യയുടെ 4ൽ 1 ഭാഗം എന്ന് പറയുന്നത് സംഖ്യ നമുക്കറിയില്ല, അതിന്റെ 4ൽ 1 ഭാഗം. അപ്പൊ സംഖ്യ നമുക്ക് എന്ത് എഴുതാം? എക്സ് ആണ്. അതിന്റെ 1/4, അതിന്റെ 1/4 ദാറ്റ് മീൻസ് 1/4. എക്സ് ഇൻറ്റു 1/4 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 40 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. സോ വാട്ട് ഈസ് ദ നമ്പർ? അപ്പൊ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 40. ഇവിടെ ഇത് 4 ഡിവൈഡ് ചെയ്യാനുള്ളതാണ് അല്ലെ. അപ്പുറത്ത് പോകുമ്പോൾ എങ്ങനെയാകും? 1/4 എന്ന് പറഞ്ഞാൽ 1 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. 1 മൾട്ടിപ്ലൈ ചെയ്താലും സംഖ്യ തന്നെ കിട്ടുള്ളൂ. എക്സ് ഇൻറ്റു 1 എക്സ് തന്നെ വരുള്ളൂ. ഈ 4 നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള സംഖ്യയാണ്. അത് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 4 ആകും. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ 4 × 4 16, 160. 160 ആണ് എക്സിന്റെ വാല്യൂ. അതായത് 1/4 ഓഫ് ദ നമ്പർ എന്ന് പറയുമ്പോൾ 160ന്റെ 4 ഭാഗമാണ് 40 എന്ന് പറയുന്നത്, 40 എന്ന് പറയുന്നത്. അപ്പൊ അത് മറ്റൊരു രീതിയിലുള്ള ഇക്വേഷൻ ഫോം ചെയ്യുന്ന രീതിയാണ്. അപ്പൊ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ബോർഡിൽ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 ടൈപ്പ്? ഒന്ന്, ഒരു സംഖ്യയുടെ ഇത്ര ടൈംസിനോട് ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു, അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി. മറ്റൊരു ക്വസ്റ്റ്യൻ തന്നത് ഏതോ ഒരു സംഖ്യയുടെ 2 ടൈംസിൽ നിന്ന് 12 സബ്ട്രാക്ട് ചെയ്തു, അപ്പോൾ മറ്റൊരു സംഖ്യ കിട്ടി. മറ്റൊന്ന് പറഞ്ഞത് ഏതോ ഒരു സംഖ്യയുടെ ഇത്ര ടൈംസ് 7 ടൈംസ് ഓഫ് എ നമ്പർ ഗീവ്സ് 27. നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടെത്തി. അടുത്തത് ഏതാണ്? 1/4 ഓഫ് എ നമ്പർ
gives 40. അതായത് ഏതോ ഒരു സംഖ്യയുടെ 4 ഭാഗം എന്ന് പറയുന്നത് 40 എന്ന് പറയുന്ന ഒരു സംഖ്യ. അപ്പൊ 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിങ്ങനെ ബോർഡിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പൊ എക്സ് എങ്ങനെയാണ് ആ എക്സ് ചേർത്ത് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് അത് മസ്റ്റ് ആണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിനെ ഉപയോഗിച്ച് വി ഹാവ് ടു ഫോം ദ ഇക്വേഷൻ ഫോം ചെയ്യുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ 4 പ്രോബ്ലംസ് ചെയ്തല്ലോ, അത് വേറെ വേറെ രീതിയിലാണ്, ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 8 added to, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 8 added to 3 times of a number. 8 added to 3 times of a number is equal to 5 times of the number. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നമ്പർ? അതായത് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്താണ്. നേരത്തെ എഴുതിയെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 added to 3 times of a number. ഏതോ ഒരു സംഖ്യയുടെ 3 times 3 മടങ്ങിനോട് 8 കൂട്ടിയപ്പോൾ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു 5 times of the number. അതേ സംഖ്യയുടെ 5 times ആയി മാറി എന്നാണ്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. അപ്പൊ എങ്ങനെ എഴുതും? 3 times of a number എന്ന് പറയുമ്പോൾ 3x എന്ന് നമുക്കറിയാം അല്ലെ. 3x എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ കൂടെ എത്ര ആഡ് ചെയ്തു? 8 ആഡഡ്. കണ്ടല്ലോ, 8 ആഡഡ് 3 times of the number 3x. 8 ആഡഡ് എന്ന് പറഞ്ഞപ്പോൾ +8 ഇട്ടു. ഇറ്റ് ബിക്കംസ് 5 times of the number. എന്തായി മാറി? 5 times of the number. 5 times of the same number ആണ്, വേറെ നമ്പർ അല്ല. ദാറ്റ് നമ്പർ, ആ നമ്പറിന്റെ തന്നെ 5 times ആണ്. നമ്പർ നമ്മൾ ഓൾറെഡി എക്സ് ആണല്ലോ എടുത്തത്. ഇവിടെ 3 times എന്ന് പറഞ്ഞപ്പോൾ 3x കൊടുത്തു. ഇവിടെ 5 times of the number ആയി മാറി എന്ന് പറഞ്ഞപ്പോൾ 5x കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഇക്വേഷൻ ഫോം ചെയ്തു. 3x + 8 ഈക്വൽ ടു 5x. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ഉള്ള സംഖ്യകൾ ആദ്യം നമ്മൾ ലാസ്റ്റ് ചെയ്യണം. അത് ബാക്കി സംഖ്യകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് എക്സ് ഇല്ലാത്ത വേരിയബിൾസ് ഇല്ലാത്ത സംഖ്യകൾ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്കറിയാം ഇവിടെ എക്സിന്റെ വേരിയബിൾ ഉള്ളതാണ് 2 എണ്ണം ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നേരിട്ട് നമുക്ക് എക്സിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മൾ ഈ 8 ഞാൻ ഇവിടെ തന്നെ നിർത്തുകയാണ്. 5xന്റെ അടുത്തേക്ക് +3x ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. കാരണം ഇവിടെ നമുക്ക് 3x ചെറുതാണ് കമ്പയർഡ് ടു 5x അല്ലെ. 5xനെ വെച്ച് നോക്കുമ്പോൾ 3x ചെറിയ സംഖ്യ ആയതുകൊണ്ട് ആ ചെറുതിനെ ഞാൻ എന്ത് ചെയ്തു? ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ +3x എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്തായി? -3x ആയി. അപ്പൊ 8 ഞാൻ അങ്ങനെ തന്നെ താഴോട്ട് ഇറക്കി എഴുതി. വീണ്ടും 8 ഞാൻ താഴോട്ടേക്ക് വീണ്ടും താഴേക്ക് ഇറക്കിയതാണ്. 5xൽ നിന്നും 3x പോയാൽ അത് 2x ആയി മാറി. കണ്ടല്ലോ. അപ്പൊ 2x ഈക്വൽ ടു 8. നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ എക്സ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറി. അത്രയൊന്നും അത് നമുക്ക് വ്യത്യാസമില്ല അതിനകത്ത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചിടാം. therefore 2x ഈക്വൽ ടു 8 ഉണ്ടല്ലോ. അപ്പോൾ 8 ഈക്വൽ ടു 2x എന്നുള്ളത് നമ്മൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്ന് വിചാരിച്ച് എക്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് തന്നെ കൊണ്ടുവന്നു. ആ 8നെ എടുത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലിട്ടു. therefore നേരത്തെ ചെയ്ത പോലെ x ഈക്വൽ ടു 8/2. ഇൻഡു ചെയ്യാനുള്ള 2 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആകും. ആൻഡ് 4 into 2 ആണ് 8 അല്ലെ. 2 ടൈംസിൽ 2ല് 8ല് 2 4 ടൈംസ് ആണ് പോകുക. അതായത് 8ല് 2 4 പ്രാവശ്യമാണ് പോകുക. അപ്പൊ 4 നമുക്ക് കിട്ടേണ്ട ആൻസർ. അതായത് ഒരു സംഖ്യയുടെ 3 ടൈംസിനോട് 3 മടങ്ങിനോട് 8 കൂട്ടിയപ്പോൾ അതേ സംഖ്യയുടെ 5 മടങ്ങായി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മളൊരു ഇക്വേഷൻ ആക്കി മാറ്റി. 3x + 8 ഈക്വൽ ടു 5x. എക്സിന്റെ അടുത്തേക്ക് ഞാൻ 3xനെ കൊണ്ടുപോയി 5xന്റെ അടുത്തേക്ക് കൊണ്ടുപോയി സോൾവ് ചെയ്തു. 2x കിട്ടി. 2x ഈക്വൽ ടു 8/2 ദാറ്റ് ഈസ് 4. അപ്പൊ ഇത് മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറെ ഈ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 2 persons divided ₹500 among them. One got 200 less than the other. How much each got?
കാര്യം ഇതാണ്. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. 2 persons divided ₹500 among them. 2 പേര് കൂടി എന്ത് ചെയ്യുന്നു? 500 രൂപയെ വീതിച്ചെടുക്കുന്നു. 500 രൂപ ഈക്വൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. 2 പേര് കൂടിയിട്ട് 500 രൂപയെ വീതിച്ചെടുക്കുകയാണ്. ഈ വീതിച്ചപ്പോൾ ഒരാൾക്ക് കിട്ടിയത് മറ്റേയാൾക്ക് കിട്ടുന്നതിൽ നിന്നും 200 രൂപ ലെസ് ആണ്, കുറവാണ്. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്താം. 2 പേർക്കും എത്ര രൂപ വീതം കിട്ടിയെന്ന് നമുക്ക് കണ്ടുപിടിച്ചാലോ? അപ്പോൾ 2 പേരും കൂടി ഡിവൈഡ് ചെയ്തെടുക്കുന്നത് 500 രൂപയാണ്. ഈ 500 2 പേരും വീതിച്ചെടുത്തപ്പോൾ ഒരാൾക്ക് മറ്റേയാളേക്കാൾ 200 രൂപ കുറവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ആദ്യത്തെ ആൾക്ക്, ഫസ്റ്റ് പേഴ്സണ് നമുക്ക് കിട്ടിയത് എക്സ് ആയിട്ട് കണക്കാക്കാം അല്ലെ. എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഫസ്റ്റ് ആൾക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ആണെങ്കിൽ ദ സെക്കൻഡ് പേഴ്സൺ, രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാം? ഇതൊരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പൊ ഇതിനൊരു കമ്പാരിസൺ കൊടുക്കണം. അപ്പൊ കമ്പയർ ചെയ്ത് എഴുതാനുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ആൾക്ക് കിട്ടിയതിൽ നിന്നും ഒരു 200 രൂപ ലെസ് ആണ്, കുറവാണ്. അപ്പൊ ആദ്യത്തെ ആൾക്ക് നമ്മൾ എക്സ് ആണല്ലോ എടുത്തത്, അതിൽ നിന്നും 200 കുറവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? എക്സ് മൈനസ് 200 എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് നമ്മൾ എഴുതി. ഫസ്റ്റ് പേഴ്സൺ എക്സ് എടുത്തപ്പോൾ രണ്ടാമത്തെ ആൾക്ക് എക്സ് മൈനസ് 200 എന്ന് നമ്മൾ എഴുതി. ഇനി ഇത് രണ്ടും കൂടി ചേർന്നാലും എത്രയുള്ളൂ? അതായത് ആദ്യത്തെ ആളും രണ്ടാമത്തെ ആൾക്കും കൂടി ആകെ കിട്ടിയിരിക്കുന്നത്, 2 പേരും കൂടി വീതിച്ചത് 500 rupees ആണ്. അതുകൊണ്ട് ഇതിന്റെ ടോട്ടൽ സം അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എക്സും എക്സ് മൈനസ് 200 കൂടി ചേർന്ന് ഇറ്റ് ബിക്കംസ് 500 അല്ലെ. ആദ്യത്തെ ആൾക്ക് കിട്ടിയ എക്സ് എന്ന് പറയുന്ന തുകയും രണ്ടാമത്തെ ആൾക്ക് അതിൽ നിന്നും ഒരു 200 രൂപ കുറവാണല്ലോ കിട്ടിയത്, അതും കൂടി കുറച്ചിട്ടും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 500 രൂപയാണ് ഇവര് വീതിച്ചെടുത്തത്. സോ നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ആക്കാം. ഒന്ന്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അതെന്താകും? 2x മൈനസ് 200 ഈക്വൽ ടു 500 എന്ന് കിട്ടും. 2x എക്സും എക്സും ചേർന്ന് 2x മൈനസ് 200 അങ്ങനെ തന്നെ എഴുതി, 500 എഴുതി. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് ഇപ്പുറത്തേക്ക് സോൾവ് ചെയ്യാം. 2x ഞാൻ അവിടെ തന്നെ നിർത്തുകയാണ്, പറഞ്ഞു. എക്സ് വേരിയബിൾ ലാസ്റ്റ് നമുക്ക് സോൾവ് ചെയ്യാം. മൈനസ് 200 നമ്മൾ 500ന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മൈനസ് 200 ബിക്കംസ് പ്ലസ് 200 ഉണ്ടല്ലോ. മൈനസ് ആയിരുന്നു, അത് അപ്പുറത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ പ്ലസ് 200 ആയി. 2x സമം 700. therefore x സമം 700. ഈ 2x എപ്പോഴും ഗുണിക്കുമ്പോഴൊക്കെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമാകും. അപ്പൊ x ഈക്വൽ ടു 700ന്റെ പകുതിയാണ്. 700ന്റെ പകുതി അല്ലെങ്കിൽ 700 ഹരണം 2. 700ന്റെ പകുതി എത്രയാ? 350. അപ്പൊ ആദ്യത്തെ ആൾക്ക് കിട്ടിയിരിക്കുന്നത് 350 രൂപയാണ്. ഫസ്റ്റ് പേഴ്സണെയാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തത് അല്ലെ. അപ്പൊ ആദ്യത്തെ ആൾക്ക് നമുക്ക് 350 കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് എത്ര കിട്ടും? അതിൽ നിന്ന് ഒരു 200 രൂപ കുറവാണ്. ആദ്യത്തെ ആൾക്ക് കിട്ടിയതിൽ നിന്നും 200 രൂപ കുറവാണ് രണ്ടാമത്തെ ആൾക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് 350ൽ നിന്ന് 200 പോയി കഴിഞ്ഞാൽ 150. ഇത് രണ്ടും കൂടി ചേർന്ന് 500 ആകുമെന്ന് നോക്കിയാൽ എന്നാലാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആണോ എന്ന് മനസ്സിലാവുള്ളൂ. 350 ആദ്യത്തെ ആൾക്ക് കിട്ടുന്നു, രണ്ടാമത്തെ ആൾക്ക് അതിൽ നിന്നും ഒരു 200 രൂപ കുറവായിട്ട് 150 രൂപ കിട്ടുന്നു. 150ഉം 350ഉം ചേർന്ന് 500 രൂപയാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സൊല്യൂഷനിലേക്കാണ് നമ്മൾ എത്തിയത്. അപ്പൊ ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പല രീതിയിലും ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. The sum of 3 consecutive even numbers is 60. Find the numbers. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് the sum of 3 consecutive even numbers, 3 തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക, അതാണ് തന്നിരിക്കുന്ന 60. തുടർച്ചയായ ഇരട്ട സംഖ്യകൾ ഏതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ തുടർച്ചയായ ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അറിയാലോ, 2 വീതം കൂട്ടിപ്പോകുന്നതാണ് ഇരട്ട സംഖ്യകൾ. അപ്പോൾ അത് 3 കൂടി കൂട്ടിയപ്പോൾ 60 കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സംഖ്യകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 3 സംഖ്യയും അറിയില്ലാത്തതുകൊണ്ട് ആദ്യത്തെ സംഖ്യക്ക് നമ്മൾ എന്തെടുക്കുന്നു? ഫസ്റ്റ് നമ്പർ എക്സ് ആണ്. അപ്പൊ അടുത്ത സംഖ്യ എന്തായിരിക്കാം? 2 വീതമാണ്. ഓർക്കുക, ഈവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2 ആണ് ചാടിപ്പോകുക. അപ്പൊ ആദ്യത്തെ എക്സ് ആണെങ്കിൽ 2, 4, 6, 8. ഓർക്കുക കേട്ടോ, ഈവൺ നമ്പേഴ്സ് അതാണ്. അപ്പൊ ആദ്യത്തെ എക്സ് ആണെങ്കിൽ അടുത്ത എന്ത് വരണം? എക്സ് പ്ലസ് 2 എന്ന് വരണം. മൂന്നാമത്തെ സംഖ്യ
എക്സ് പ്ലസ് 4 കണ്ടല്ലോ 2 4 6 ഇമാജിൻ ചെയ്യാം നിങ്ങൾ അതാണ് സംഖ്യകൾ എന്നൊന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ആദ്യത്തേത് എക്സ് എടുത്തപ്പോൾ അത് 2 അടുത്തതിലേക്ക് 2ന്റെ കൂടെ 2 കൂട്ടിയാണ് 4 വന്നേ അടുത്തത് ആ 2ന്റെ കൂടി 4 കൂട്ടുമ്പോഴാണ് ഇവിടെ 6 കിട്ടുക അപ്പോൾ എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4 എന്ന് അസ്യൂം ചെയ്യാം അപ്പോൾ എക്സ് 3 സംഖ്യകൾ നമ്മൾ എടുത്തിരിക്കുകയാണ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ 60 കിട്ടുമെന്ന് അവർ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഇക്വേഷൻ ഉണ്ടാക്കാം അതായത് എക്സും എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 4ഉം ചേർന്നാൽ 60 ആകുന്നു കണ്ടല്ലോ ഇക്വേഷനിലേക്ക് ആയിട്ടില്ല നമ്മൾ ആ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം എക്സും എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 4ഉം ചേർന്നാൽ 60 എന്ന് കിട്ടുന്നു നമുക്ക് ആഡ് ചെയ്യാം 1 2 3 എക്സ് ഉണ്ട് 3x പ്ലസ് 2ഉം 4ഉം സെപ്പറേറ്റ് ആഡ് ചെയ്യണം കാരണം അത് വേരിയബിൾ ഇല്ലാത്ത സംഖ്യയാണ് കോൺസ്റ്റന്റ് ടേം ആണ് അപ്പൊ 6 ആണ് 4ഉം 2ഉം ചേർന്നാൽ 6 സമം 60 3x ഈക്വൽ ടു 60 പ്ലസ് 6 ഇങ്ങോട്ട് വരുമ്പോൾ -6 ആകും 3x ഈക്വൽ ടു 60ൽ നിന്ന് 6 കുറച്ചാൽ 54 therefore x ഈക്വൽ ടു 54 ഹരണം 3 54 എത്രയില് നമ്മുടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 അല്ലേ 18 ആണ് എക്സിന്റെ വാല്യൂ കിട്ടിയത് അതായത് ആദ്യത്തെ ഈവൺ നമ്പർ നമുക്ക് കിട്ടി ഫസ്റ്റ് ഈവൺ നമ്പർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 3 തുടർച്ചയായ ഇരട്ട സംഖ്യകളിൽ ആദ്യത്തെ ഇരട്ട സംഖ്യ 18 ആണ് അപ്പോൾ അടുത്തത് നമുക്ക് എഴുതാലോ ഏതൊക്കെയായിരിക്കും അപ്പോൾ 18 2 കൂട്ടിയാൽ 20 അടുത്തത് 22 ഈ 3 സംഖ്യകളും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 60 കിട്ടുക അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതായിരുന്നു 3 കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുടെ തുക 18ഉം 20ഉം 22 ശരിയാണോ എന്ന് നോക്കിയേ 20ഉം 22ഉം 42 42ഉം 18ഉം 60 കറക്റ്റ് ആണ് അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു അതൊരു ഈക്വൽ സൈൻ ഉപയോഗിച്ച് അത് മാത്തമാറ്റിക്കൽ സെന്റൻസ് ആക്കി മാറ്റി എഴുതുമ്പോഴാണ് അതൊരു ഇക്വേഷൻ ആകുക ഇക്വേഷൻസ് ഫോം ചെയ്ത് നമ്മൾ അതിൽ നിന്ന് വേരിയബിൾസിന്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നതാണ് ഇതിന്റെ ഒരു രീതി ഇതിൽ നിന്നാണ് നമുക്ക് പെയർ ഓഫ് ഇക്വേഷൻസ് ഇത് ഒരു ഇക്വേഷൻ അതായത് ഒരു വേരിയബിളെ മിസ്സിംഗ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം ഇനി നമ്മൾ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഹെഡിങ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2 വേരിയബിൾസിന്റെ വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക അതായത് ഐദർ എക്സ് ഓർ വൈ രണ്ടും എക്സും വൈ ഒക്കെ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി ഇവിടെ നമുക്ക് ഒരു സൊല്യൂഷൻ ഒരു നമ്പറേ മിസ്സിംഗ് ഉണ്ടായുള്ളൂ ബാക്കിയുള്ള നമ്പേഴ്സിന് ഇതുമായി റിലേറ്റഡ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് അന്നേരം നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം കണ്ടല്ലോ ഇവിടെ ആദ്യത്തെ ഈവൺ നമ്പർ മാത്രം എക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അടുത്ത ഈവൺ നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയാം എന്താണ് 2 വീതം ആഡ് ചെയ്ത് പോകുകയാണെന്ന് അപ്പോൾ നമുക്ക് എല്ലാം നമ്പേഴ്സും കിട്ടാനായിട്ട് പറ്റി അപ്പോൾ ഇതാണ് ഇക്വേഷൻസ് എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പെയർ ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് അപ്പോൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കാം ഇന്ന് ചെയ്ത ഒരു 5-6 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രോബ്ലംസും ശരിയായിട്ട് മനസ്സിലാക്കുക ചെയ്ത് തന്നെ പഠിക്കുക അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ ബൈ